ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളൊരു ചൈനീസ് ഡ്രാമയുമായിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേ പറ്റൂ, അതൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ തുടർച്ചയായി കാണുക. ഈ വീഡിയോ അല്ല, അടുത്ത എപ്പിസോഡുകൾ വരുന്നുണ്ട്, അതൊക്കെ കണ്ടുകൊണ്ട് പോകുക. നമ്മുടെ നായികയുടെ ബോസ്, അവളുടെ കുട്ടിക്കാല ശത്രു, അവളുടെ ശത്രുവാണ് അവളുടെ ബോക്സ്. അവൾ ഇനി എങ്ങനെ അവളുടെ പാസ്റ്റ് ഈ ട്രെയിൻ ട്രാവൽ ചൈനീസ് ഡ്രാമയിലൂടെ മാറ്റുമെന്ന് നമുക്ക് കണ്ടറിയാം ഗൈസ്, കണ്ടറിയുക. നമ്മുടെ നായിക ഒരാളുമായി ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നായികയുടെ പേര് പറയാൻ മറന്നു, ഷാങ്വേ. ഇപ്പോൾ അറിഞ്ഞില്ലേ ഈ ഷാങ്വേ? നമ്മുടെ ഷാങ്വേ അങ്ങനെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ, പെട്ടെന്ന് അവളുടെ ബോസ് കയറി വരികയാണ്. അവളുടെ ബോസിന്റെ പേരാണ് ലൂഷ്യൻ. ഷാങ്വേ, നീ എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ലൂഷ്യൻ അവിടെ കയറി വരികയാണ്. അയ്യോ, പെട്ട് എന്നുള്ള അവസ്ഥയാണ്. അത് പിന്നെ ബോസ്, ഇത് ഇൻ്റർവ്യൂ അല്ലേ, അപ്പോൾ കുറച്ച് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാനൊന്ന് അവരൊപ്പം ഒന്ന് ഇൻ്റർവ്യൂ പോലെ അഭിനയിച്ചിരുന്നതാണ്. അന്ന് ഞാൻ പോയിക്കോട്ടെ പറഞ്ഞിട്ട് ഷാങ്വേ പോകാൻ നിൽക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ഇൻ്റർവ്യൂക്ക് വന്ന ആ മേക്കൊന്ന് പിടിച്ചിരും, അതൊന്നും വയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഷാങ്വേ പോകാൻ നിൽക്കുകയാണ്. ഞാൻ നിൻ്റെ ബോസ് അല്ലേ, അതുകൊണ്ട് ആ മേക്കൊന്ന് പിടി, ഞാൻ പറയണ്ടല്ലേ നീ കേൾക്കണ്ടേ, അല്ല ജോലിയിൽ നിന്ന് പുറത്താവുന്നു എന്ന് പറഞ്ഞപ്പോൾ വേണ്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് മേക്ക് പിടിക്കാൻ പോവുകയാണ്. ആ മേക്കപ്പ് പിടിച്ചു കൊടുക്കാൻ വേണ്ടി അവൾ അതെടുത്ത് കണ്ട് ആ ഇൻ്റർവ്യൂവിൻ്റെ സ്ഥലത്ത് പോയി നിൽക്കുകയാണ്. ഷാൻവി അങ്ങനെ ആ മേക്കപ്പ് പിടിച്ച് നിൽക്കുകയാണ് അവരുടെ അടുത്ത്. ഇൻ്റർവ്യൂ ഒന്ന് ശ്രദ്ധിച്ചത് അവൾ അവിടെ പഴയ കാലത്തോട്ട് ഓർത്തു പോകുകയാണ്. അവൾ 2011 അവളുടെ കോളേജിൽ അവൾ സ്കോളർഷിപ്പിന് അവൾക്ക് ഫസ്റ്റാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവിടെ ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ലൂഷ്യാൻ അവിടെ കയറി വന്നുകൊണ്ട് അവിടുന്ന് മാറും, ഞാനാണ് അവിടെ നിൽക്കാനുള്ളത് എന്ന് പറയാണ്. നമ്മുടെ ഷാൻവേ, ഞാൻ എന്തിനു മാറണം, ഞാനല്ലേ ഫസ്റ്റ്. അല്ല ഷാൻവേ, നീ പറഞ്ഞില്ലേ നീ ക്ലാസ്സിൽ ഫസ്റ്റ് ആണെന്ന് വിചാരിച്ചിട്ട്? ഞാൻ ഈ കോളേജ് മൊത്തം ഫസ്റ്റാ. ഇതിൽ നോക്ക്, എനിക്ക് 30,000 കിട്ടിയിട്ടുള്ളത്, നീ അറിഞ്ഞോ? അപ്പോൾ ഞാനല്ലേ ഇവിടെ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനല്ല ഫസ്റ്റ്, അപ്പോൾ ഞാൻ സെക്കൻഡ് ആണല്ലേ, അപ്പോൾ ഞാൻ അപ്പുറത്തേക്ക് മാറണമല്ലേ, അപ്പോൾ നീ ഇവിടെ നിന്നോ, അപ്പോൾ ഞാൻ അവിടേക്ക് പോകട്ടെ. ആ നേരത്തിൽ തന്നെ അവൾ മറി നിൽക്കുമ്പോൾ അവൾ വീഴുകയാണ്. അവൾ കൈനീട്ടിട്ടും അവൻ പിടിച്ചില്ല. എന്തൊരു ഷാഡിസ്റ്റ്. അവൾ വീഴുന്ന നോക്കി അവൻ നിൽക്കുകയാണ്. എന്നിട്ട് അവളെ നേൽപ്പിക്കാതെ തന്നെ അവൻ അവിടെ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ലൂഷ്യൻ അവളെ സഹായിക്കാതെ തന്നെ അവിടെ ഫോട്ടോ വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവൾ ശത്രു അവൻ കാരണം അവൾ എപ്പോഴും സെക്കൻഡാണ്, അവനാണ് എപ്പോഴും 1ാം സ്ഥാനം വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവൾ എല്ലാ ക്യാമ്പസുകളിലും കയറി ഇറങ്ങി എങ്ങനെ പ്രസംഗം ഇങ്ങനത്തൊക്കെ നടത്തി അവൾ എല്ലാത്തിലും പങ്കെടുത്തു. പക്ഷെ എല്ലാത്തിലും അവനായിരുന്നു ലൂഷ്യൻ, അവൻ തന്നെയായിരുന്നു ഫസ്റ്റ്, അവൾക്ക് എപ്പോഴും സെക്കൻഡ്. അടിപൊളി. അങ്ങനെ അവൾ പഠിച്ച് 2ാം സ്ഥാനം കിട്ടിയെങ്കിലും അവൾ അങ്ങനെ ഒരു ലോയർ ആയിട്ടുണ്ട്. പക്ഷെ അവൾ പെട്ടതോ അവളുടെ സ്വന്തം ശത്രുവിൻ്റെ മുമ്പിൽ. ശത്രുവാണെങ്കിൽ അവളുടെ ബോസ്. അപ്പോൾ അവൾ അസിസ്റ്റൻറ്റും. എന്ത് ചെയ്യാനാ, അവൾക്കൊരു ഭാഗ്യമില്ല. ഷാൻവേ എന്ന് അവളുടെ ബോക്സ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? അവൾ മേക്കപ്പ് പിടിച്ച് അവൻ്റെ മുഖത്തെത്തി. ആ വീഡിയോയിൽ മുഖത്തിലായിരിക്കും പറയുന്നുണ്ട്, മാറ്റിയാണ്. സോറി, ഞാൻ അറിയാതെ പറ്റിയതാണ്. അത് നിൻ്റെ വിരലിലുള്ള മോതിരം ഇട്ടിട്ടാണ് അങ്ങനെ ഇതാക്കുന്നത്. അന്ന് ഞാനത് ഊരിയേക്കാം പറയണ്ടേ. അവൾ പെട്ടെന്ന് ആ മോതിരം ഊരുകയാണ്. പെട്ടെന്ന് അവിടെ ഒരു മായാജാലം നടക്കുകയാണ്. മായാജാലമല്ല, അവിടെ ട്രെയിൻ ട്രാവൽ നടക്കുകയാണ് പറയണമെങ്കിൽ. അത് ഊരിയതിനു ശേഷം ടൈമെല്ലാം റിവേഴ്സിൽ പോകുകയാണ്. സമയം പിന്നിലോട്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്കൊന്നും മനസ്സിലാക്കുന്നില്ല. അവൾ നിൽക്കുന്ന സ്ഥലത്തുള്ള എല്ലാ വസ്തുക്കളും വായുവിൽ പൊന്തി നിൽക്കുകയാണ്. അവൾക്ക് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. ആ മോതിരം മാറിയതിലൂടെ ഇങ്ങനെ എല്ലാ വസ്തുക്കളും വായുവിൽ ഉയർന്നു നിൽക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അത് അവളുടെ മോതിരം ഡബിൾ വീണതോടെ അത് സാധാ പോലെ തന്നെ ആകുകയാണ് ആ സ്ഥലം മൊത്തം. ആ മോതിരം പെട്ടെന്ന് അവളുടെ കീസയിൽ ആക്കുകയാണ്. അവൾക്ക് ഇഷ്ടമില്ലാതെ തന്നെ മേക്കും പിടിച്ച് അവിടെ നിൽക്കുകയാണ്. ആ കമ്പനിയിൽ തന്നെ ലൂഷാങ്ങിനെ ഇഷ്ടമില്ലാത്തവരുമുണ്ട്. ലൂഷാനിനെ ഇഷ്ടമില്ലാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ കുറച്ചൊക്കെ പ്രായമായിട്ടും അവർക്കൊന്നും വലിയ സ്ഥാനം കിട്ടിയിട്ടില്ല.
ലൂഷാനെ ചെറുപ്പത്തിൽ തന്നെ പെട്ടെന്ന് ആ ബോസ് പോലത്തുള്ള നിലവിൽ അങ്ങനത്തെ സീറ്റുകളൊക്കെ പെട്ടെന്ന് ഉയർച്ചയിൽ കിട്ടുന്നതുകൊണ്ടാണ് അവന് ഇത്രയും ഇതാക്കുന്നത്. അപ്പോൾ അയാൾ പറയണേ ഈ ലൂഷൻ ചെറുപ്പം തന്നെയല്ലേ, ഇപ്പോഴും അവനക്ക് വലിയ ബോസും ചെയർമാനും സിഇഒ ഒന്നും കൊടുക്കാൻ പറ്റില്ല, വലിയ സ്ഥാനമാക്കാൻ പറ്റില്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ട് കുശുമ്പ് ഗൈസ്. നമ്മുടെ ലൂഷൻ അവൻ്റെ ബോസിനോട് പറഞ്ഞു കൊടുക്കണേ ഇയാൾ പറയണൊക്കെ ശരിയോ തെറ്റാവാം, പക്ഷേ അപ്പുറത്തെ കമ്പനിക്കാർക്ക് നമ്മുടെ ഡാറ്റയും ചോർത്തി പോകുന്നത് എങ്ങനെ മനസ്സിലായിട്ടുണ്ട്, എനിക്ക് കിട്ടിയിട്ടുണ്ടായ നിലവിൽ എൻ്റെ കമ്പ്യൂട്ടറിലുണ്ട്. ഞാൻ ഇതൊന്നും അറിയുന്നില്ല എന്ന് വിചാരം. ഇയാളെല്ലാ കാര്യങ്ങളും ചോർത്തി അപ്പുറത്തെ കമ്പനിക്കാർക്ക് വിറ്റു കൊടുക്കുന്നത് എനിക്കറിയാം. അവനക്ക് നല്ല എമൗണ്ടും കിട്ടുന്നുണ്ട്. ചോർത്തി കൊടുക്കാറൊന്നുമില്ല. ഞാനവിടെ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോകാറുണ്ട്. ഞാനങ്ങനെ ചോർത്തി കൊടുക്കാറൊന്നുമില്ല ബോസേ. ഞാൻ സത്യം പറയുന്നത്. ഞാൻ പോവാണ്. ഇവ മറ്റവൻ ലൂഷൻ സത്യങ്ങൾ പറഞ്ഞിട്ട് അവനക്ക് ദേഷ്യം വന്ന് അവൻ പുറത്തേക്ക് നീച്ചു പോവാണ്. ഏതായാലും കാര്യങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് നിനക്ക് തന്നെയാണ് ലൂഷൻ ഈ കമ്പനീൻ്റെ ഇതൊക്കെ നോക്കേണ്ടത്. ഞാൻ തന്നെ നോക്കണോ? അത് കുറച്ച് പാടല്ലേ. എന്നാലും നിനക്കാണ് ഇപ്പോൾ അത് കിട്ടിയിട്ടുള്ളത്. ഈ ഇൻ്റർവ്യൂ കേൾക്കാൻ വേണ്ടി നമ്മുടെ ഷാൻവേ ക്ലാസ്സിൽ ചെവി ഒട്ടിച്ച് കേൾക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷാൻവേ അവിടെ നിൽക്കുന്നത് ലൂഷൻ കാണുന്നുണ്ട്. ഷാൻവേ അവിടെ നിൽക്കുന്നത് ലൂഷാൻ കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി വന്ന് അവളെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അവളത് കണ്ടിട്ടില്ല, കേൾക്കുന്നില്ല. ഹലോ മിസ്റ്റർ, ഞാൻ പറഞ്ഞിരുന്നോ? വേണ്ട വേണ്ട വേണ്ട, നല്ല ഉറപ്പുള്ള ക്ലാസ്സാണ്. ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ. ഇതിൽ കൂടെ ആർക്കും കേൾക്കാൻ കഴിയില്ല. ഞാൻ വന്ന് നിന്നാലും കേൾക്കാൻ പറ്റില്ല. ഞാൻ ചെവി ഒട്ടിച്ച് നോക്കിയിട്ടും കേൾക്കാൻ പറ്റില്ല സാർ. എൻ്റെ ജോലിയൊന്നും കളയല്ല കേട്ടോ, ഞാൻ വെറുതെ ഒന്ന് നോക്കിയതാണ് കേട്ടോ. ഷാനുവേ അങ്ങനെ ലൂഷ്യൻ്റെ അടുത്തേക്ക് ചായയുമായി വരികയുണ്ടോ. ബോസ്, എനിക്ക് ജോലിക്ക് കുറച്ച് പണം കൂട്ടി തരണം. ഈ ജോലി ചെയ്യുന്നതിന് തരാനൊന്നും പറ്റില്ല. അത് കൂട്ടാനും ഞാൻ പോകുന്നതില്ല. ബോസ്, ഞാൻ നിൻ്റെ ഒപ്പം തന്നെയല്ലേ ജോലിക്കും ചേർന്നതും ക്ലാസ്സിലും കോളേജിലൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും എനിക്ക് ഒരു ദയ ഒന്ന് കാണിച്ചൂടെ? എനിക്ക് ജോലിക്ക് പണം കൂട്ടി തന്നൂടെ? സാധാരണ അസിസ്റ്റന്റ്മാർക്കൊക്കെ നല്ല പണം കിട്ടുമെന്നാണല്ലോ ഞാൻ അറിഞ്ഞിട്ടുള്ളത്. എനിക്കെന്തുകൊണ്ട് ജോലിക്ക് പണം കൂട്ടി തരാൻ പറ്റില്ല? എനിക്ക് എന്തെങ്കിലും പൈസ കൂട്ടി ജോലിക്ക് പണം കൂട്ടി തരണമെങ്കിലും പറഞ്ഞു തന്നൂടെ സാറേ? ഇതെന്തൊരു ഇതാണ്? എനിക്ക് പണം നല്ല അത്യാവശ്യമായുണ്ടോ? എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടാവട്ടെ, അപ്പം ഞാൻ തരാം. സാറേ, എന്നാ അവനെ നിങ്ങൾക്ക് ഗേൾ ഫ്രണ്ടൊക്കെ? ഷാൻവേ, എൻ്റെ ഒപ്പം വാ, ഒരു സ്ഥലം വരെ പോകാനുണ്ട്, അർജൻറ്റാ. കയ്യിൽ കിട്ടുന്നതെല്ലാം കയ്യിലും മുറുക്കി അവൻ്റെ ഒപ്പം പോകുകയാണ്. സെക്കൻഡ് പാർട്ടുമായി വരുന്നതായിരിക്കും. കാണാൻ ശ്രമിക്കുക കേട്ടോ.